ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണണം. എന്തൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാം. കാവ്യയും ദിലീപും കൂടി ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു. 2026 അവരുടെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്. അതുപോലെ മീനുട്ടിയെക്കുറിച്ചും മാമാട്ടിയെക്കുറിച്ചും എന്താണ് ദിലീപ് പറഞ്ഞത് അതിനെക്കുറിച്ചും, നാദിർ ഷാ ദിലീപിനോട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ദിലീപ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് പണ്ടേ ഉള്ളതാണ്. അതാണ് ഇപ്പോൾ കുത്തിപ്പൊക്കി മറ്റുള്ള യൂട്യൂബേഴ്സ് കൊണ്ടുവരുന്നത്. അതും ഞാൻ പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശ്രീനിവാസൻ മരിച്ച സമയത്ത് ദിലീപ് അതിജീവിതയുടെ വക്കീലിനെ കണ്ട് ഒരു വൃത്തികേട് കാണിച്ചു. അതെന്താണ്? അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസനെയും വിനീത് ശ്രീനിവാസനെയും കുറിച്ച് ദിലീപ് കുറേ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ ലാലേട്ടനെയും മമ്മൂക്കയെയും സുരേഷ് ഏട്ടനെയും അതുപോലെ തന്നെ ജയറാമേട്ടനെയൊക്കെ കുറിച്ച് ദിലീപ് പറയുന്ന കുറേ കാര്യങ്ങൾ അതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതുപോലെ നമ്മുടെ ദിലീപ് പിന്നെ പറയുന്ന കാര്യം, മീഡിയാസിനെ കുറെ വിമർശിക്കുക എന്നതാണ്. ഇത്രയും കണ്ടന്റ് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് പതുങ്ങി സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ആദ്യമായിട്ട് ദിലീപ് ഒരു പ്രസ് മീറ്റിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രസ് മീറ്റിൽ വെച്ച് കുറേ കാര്യങ്ങൾ ദിലീപ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രസ് മീറ്റാണ്, പക്ഷെ അതിൽ ദിലീപ് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആദ്യം പറയുന്നു, ഇതൊരു നോ ലോജിക് സിനിമയാണ്. ശരിയാണ്, ബബ്ബ നോ ലോജിക്കാണ്. പക്ഷേ തിയേറ്ററിന് ഹരമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഞാനും കണ്ടതാണ്. തിയേറ്ററിൽ ഭയങ്കര ഹരമാണ് കേട്ടോ, പക്ഷെ ലോജിക്കൊന്നുമില്ല. കണ്ടിരിക്കുക, നന്നായി ആനന്ദിക്കാം നമുക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെ ജീവിതം നൂലിന്മേലാണ് എന്ന് പറഞ്ഞ് ദിലീപ് പറയുന്നുണ്ട്. അങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട്, ഇങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഭ്രാന്തന്മാരാണ്. ശരിയാണ്, ഒരളവിൽ എല്ലാവർക്കും കുറേശ്ശെ ഭ്രാന്തുണ്ട്. അത് കൂടിപ്പോകുമ്പോഴാണ് അവരെ ഭ്രാന്ത ഭ്രാന്ത എന്ന് വിളിക്കുന്നത്. പക്ഷേ ചിലവരുടെ സ്വഭാവം എന്താണ്, മിതമായി കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ഈ പ്രസ് മീറ്റ് വളരെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ശ്രീനിവാസൻ മരിച്ചത് കൊണ്ടും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും വരാൻ പറ്റാത്തതുകൊണ്ടുമാണ് ഇത്ര വൈകിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മീഡിയാസിനെ വിമർശിക്കുന്നതാണ് ആദ്യം. അത് നമുക്ക് ആദ്യം പറയാം. പറയുന്നുണ്ട്, ജനങ്ങൾക്കിടയിലുള്ള ഒരു പാലമാണ് മീഡിയാസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. മറ്റുള്ള ജനങ്ങൾ അറിയുന്നത് നിങ്ങൾ മുഖാന്തരമാണ്. അപ്പം നിങ്ങൾക്കൊരു ക്ലിക്ക്, ജനങ്ങളിൽ നിന്നിട്ടൊരു ക്ലിക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ മീഡിയാസ് പുറത്തുവിട്ടാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം, പക്ഷെ മറ്റുള്ളവരത് തകർന്നടിയും. അത് സൂക്ഷിച്ചു വേണമെന്ന് ദിലീപ് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എന്നെ ഈ സിനിമയ്ക്ക് വിളിച്ചത് വിനീതാണ്. ഈ പടത്തിലേക്ക് ദിലീപേട്ട നല്ലൊരു റോളുണ്ട്, പറ്റുമോ ദിലീപേട്ടനെ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത് വിനീതാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ വിമർശിക്കുന്നു. പുതിയ സംവിധായകരോടൊപ്പം ഞാൻ ഇപ്പോൾ തൊട്ട് വരുന്നു എന്ന് പറയുന്നു. വരാൻ പോകുന്ന സിനിമയും പുതിയതാളാണ്. കഴിഞ്ഞതും പുതിയതാണ്, ഇപ്പം നടന്നതും പുതിയതാണ്. പക്ഷേ ഇതിന് മുന്നേ പഴയ ആൾക്കാരോടൊപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? അതിന് വിമർശിച്ചിരുന്നു. എല്ലാത്തിനും വിമർശനമാണോടെ? എന്താണ്, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ അങ്ങനെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടനെ കുറിച്ച് കുറേ പൊക്കി പറയുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ ഡയറക്ടർ പറഞ്ഞത് മാത്രമേ ചെയ്യൂ, അത്രയും നല്ല അനുസരണശീലാണ്, ഇത്രയും വർഷം നല്ല എക്സ്പീരിയൻസ്ഡ് പേഴ്സണാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണോ ഡയറക്ടർ പറഞ്ഞത് അത് മാത്രമേ ലാലേട്ടൻ ചെയ്യൂ. ഞാൻ പോലും ആ ഡയറക്ടർ അടുത്തുനിന്ന് ആർഗ്യൂ ചെയ്യും, ഇത് ചെയ്തൂടെ അത് ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ലാലേട്ടൻ അതൊന്നും ചെയ്യില്ല. പോരെ മോനെ, ഇതുപോലെ ഇത് ചെയ്യണോ എന്നും പറഞ്ഞുകൊണ്ടാണ്, അത്രയും എളിമതയാണ് ലാലേട്ടനെ എന്ന് പറയാറുണ്ട് കേട്ടോ. അതുപോലെ എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ദിലീപ് പറയുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ലാലേട്ടന് വേണ്ടിയിട്ടാണ് ക്ലാപ്പ് അടിച്ചത്. അതുപോലെ തന്നെ ഞാൻ ലാലേട്ടനെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്, ഒരുപാട് കയ്യടി നേടിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ചത് വർണ്ണപ്പകിട്ട് എന്നൊരു സിനിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ പോലും മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ ഇവരുടെ മുന്നിൽ ഞാൻ താഴ്ന്നേ നിന്നിട്ടുള്ളൂ എന്ന് പറയും. ശരിയാണ് കേട്ടോ, ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് ആ സിനിമയിലുള്ളത് എന്നും പറഞ്ഞ് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? കണ്ണും പൂട്ടി ആ കഥ പോലും കേൾക്കില്ല. അവരുടെ സിനിമയിൽ പോലും ഞാൻ അഭിനയിക്കും പോയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഈ 2020 സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് ആരാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് പോലും ഞാൻ നോക്കാറില്ല. എനിക്ക് കിട്ടിയ റോൾ ഞാൻ ചെയ്യും. പിന്നെ അവരുടെയൊക്കെ വീട്ടിൽ
വീട്ടിൽ പോയി അവരൊക്കെ വിളിച്ചു കൊണ്ടുവരും. അത് ഞാനൊരു ഹീറോ ആണ്. എന്നിട്ട് പോലും ഞാൻ അവരെയൊക്കെ താഴ്ന്ന് നിന്നിട്ടേ ഉള്ളൂ ഏത് കാലത്തുന്ന് പറയുന്നുണ്ട് ട്ടോ. പിന്നെ വേറൊരു പരാമർശം നടത്തുന്നുണ്ട്. ചൂട് ഗ്ലാസ് പോക്കറ്റിലിട്ടൊരു അഭിനയം ബബ്ബബ്ബയിലുണ്ട്. നമ്മൾ ആ സീനിൽ കാണുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് നെഞ്ച് പൊള്ളിയില്ലേ ദിലീപേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, എൻ്റെ ലൈഫ് മൊത്തത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് മോനെ. അതിനിടയ്ക്ക് ചൂട് ഗ്ലാസ് പോക്കറ്റിലിട്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അതെൻ്റെ കയ്യിൽ നിന്നിട്ട സീനാണ്. ഡയറക്ടർ പറഞ്ഞ സീനൊന്നല്ല. ഞാനത് പോക്കറ്റിലിട്ട് വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഓക്കെ അത് ചെയ്തു ദിലീപേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നെ ഒരുപാട് പേര് കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ടാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദിലീപേട്ടന് വേണ്ടി തിരിച്ചു വന്നത് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് ഇമോഷണലായിട്ട് തോന്നിയത് ഒരമ്മൂമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതാണ്. അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നിന്നെ വീണ്ടും തിരിച്ചു കിട്ടിയത് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ പ്രേക്ഷകർ എന്നെ വീണ്ടും ജനപ്രിയ നായകനാക്കി ഏറ്റെടുത്തല്ലോ എന്ന് പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ദിലീപിനെ ഒന്നും പേടിക്കേണ്ട. ജനപ്രിയ നായകൻ തന്നെയാണ്. എല്ലാവരുടെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ആളാണ് അല്ലേ? അപ്പം നമ്മളെല്ലാവരും ആ രീതിയിൽ കൂടെ തന്നെ കാണുന്നുണ്ട്. ഇനി അവർ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ അപ്പീൽ പോട്ടെ, എന്നിട്ട് തെളിയിക്കട്ടെ, തെളിവുകൾ കൊണ്ടുവരട്ടെ. 8 വർഷം കിട്ടാത്ത തെളിവൊന്നും ഇനി ആർക്കും കിട്ടാൻ പോകുന്നില്ല അല്ലെ? ഗൂഢാലോചനയിൽ വലിയ കണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം അന്വേഷിക്കട്ടെ. അപ്പം മനസ്സിലാവും ഗൂഢാലോചന ശരിക്കും ആരാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇനി അതിലേക്കൊന്നും നമുക്ക് പോകുന്നില്ല. ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയാം. പിന്നെ ദിലീപ് പറയുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചിട്ടും അതുപോലെ വിനീത് ശ്രീനിവാസനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ. അവരുടെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ധ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പയ്യനാണ്, പക്ഷേ ഭയങ്കര നർമ്മമുള്ള പയ്യനാണ്. ചങ്കൂറ്റമുണ്ട്, അതിനൊപ്പം തന്നെ ചങ്കൂറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ പെരുമാറാൻ അറിയുന്ന ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. നല്ലൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ആളാണെങ്കിൽ പോലും സൂപ്പറാണ് ധ്യാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനാത്മകമായിട്ട് നമ്മൾ നോക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു പറയേണ്ട കാര്യങ്ങൾ പറയാൻ ധ്യാനിന് നന്നായിട്ട് അറിയാം. അവരുടെ ആ സീക്വൻസ് ഞാൻ ശരിക്കും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ബബ്ബബ്ബയില് അവരുടെ ഒപ്പമുള്ള സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമാ തിയേറ്ററിൽ അവരുടെ ആ സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് കൈയടിച്ചു പോയി. അത്രയും രസമായിരുന്നു ധ്യാനിനെ കുറിച്ചിട്ടും അവരെ വിനീത് ശ്രീനിവാസനൊക്കെ അഭിനയിച്ചതെന്ന് ദിലീപ് പറയുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചെറിയൊരു മറുമറുപ്പ് വരുന്നത്, ക്ഷമിക്കണേ. അതുപോലെ ശ്രീനിവാസന്റെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ശ്രീനിവാസന്റെ മരണാന്തര ചടങ്ങിൽ എത്തിയപ്പോൾ അതിജീവിതയുടെ വക്കീലും അവിടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന സമയത്ത് ദിലീപും അതിജീവിതയുടെ വക്കീലും കൂടി പെട്ടെന്നൊരു മുഖാമുഖം കണ്ടു. കണ്ടപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അതിജീവിതയുടെ വക്കീൽ പറയുന്നു എന്ന് പറയുന്നു, എന്താണ് ദിലീപ് താടി തടവിക്കൊണ്ട് രൂക്ഷമായി നോക്കിയെന്ന്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഏത് ഇന്റർവ്യൂവിലോ നോക്കിയോളൂ, ദിലീപിനോട് സംസാരിക്കുന്ന എന്ത് കാര്യത്തിലും നോക്കിയോളൂ, ദിലീപ് എപ്പോഴും താടി ഇങ്ങനെ തടവിക്കൊണ്ടോ അല്ലെ മീശ അങ്ങനെ പിടിച്ചുകൊണ്ടോ ആയിരിക്കും. അത് ഒട്ടുമിക്ക ആണുങ്ങളും ചെയ്യുന്നൊരു സംഭവമായിരിക്കും അല്ലെ. താടി ഇങ്ങനെ തടവും, മീശ ഇങ്ങനെ പിടിക്കും. അതൊക്കെ ഇപ്പൊ മോഹൻലാലും മമ്മൂക്കും സുരേഷ് ഏട്ടനും ജയറാം ഏട്ടനും ഒക്കെ ചെയ്യുന്ന സംഭവമാണ്. പൃഥ്വിരാജ് പോലും ഇങ്ങനെ മീശ പിടിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അതിപ്പോ ഈ വക്കീലിനെ നോക്കി ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കര ട്രോളാണ്. വക്കീലിനെ നോക്കി ചെയ്തു, വക്കീലിനെ നോക്കി ചെയ്തെങ്കിൽ വക്കീലിനെ തോൽപ്പിച്ച് നോക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ തീർക്കട്ടെ. അത് ഇത്രമാത്രം വലിയ സംഭവമാക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ദിലീപ് ദേഷ്യം പിടിച്ചിട്ടായിരിക്കില്ല ഇപ്പൊ ഒരു മരണാന്തര ചടങ്ങിൽ ചെന്ന് ഇത്രയും എന്താ പറയുക ക്യാമറാസ് നോക്കി നിൽക്കി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്താലും എന്താ കുറ്റാണല്ലോ, ദിലീപ് ഇപ്പൊ എന്ത് ചെയ്താലും കുറ്റാണ്. അത് പോട്ടെ. പിന്നെ ഇപ്പോഴൊരു യൂട്യൂബേഴ്സിന്റെ ട്രെൻഡ് എന്താണെന്നറിയോ, ദിലീപിന്റെ പണ്ട് കാലത്തെ കാര്യങ്ങൾ എടുത്ത് കുത്തിപ്പൊക്കി വന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നും കൂടി അറിയില്ല, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരെന്തിട്ടാലും കാണാൻ ഒരുപാട് പേരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് ഇപ്പോൾ ഫസ്റ്റ് ഒരു കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. അതൊക്കെ ഏത് കാലത്ത് വന്ന കണ്ടന്റ് ആണ്. അതൊക്കെ എടുത്ത് ഇപ്പൊ കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ വ്യൂസ് നോക്കിയപ്പോഴേ അതിൽ വ്യൂസ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് പോലില്ല, ഇപ്പൊ കേൾക്കുന്നേ ഉള്ളൂ വ്യൂസ്. ദിലീപ് പണ്ടൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് ഈ പോലീസ് കുത്തിപ്പൊക്കി വന്ന കഥയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മഞ്ജു വാര്യരെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് കാവ്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ആ സ്ത്രീ ഇപ്പൊ ഗൾഫില് വേറൊരു പയ്യനായിട്ട് ജീവിക്കുകയാണ്. ആ സ്ത്രീ പോലും ഇല്ലാത്ത വിഷമം ഇവർക്ക് എന്തിനാണ്?
ഇവരിപ്പോൾ അതെടുത്ത് കണ്ടന്റ് ആക്കിയിട്ട് ഒരു വലിയ വീഡിയോ ആക്കി ഇട്ടിരിക്കുകയാണ്, ഈ ഒരു കണ്ടന്റ് മാത്രം പറഞ്ഞുകൊണ്ട്. എനിക്കറിയില്ല, ഞാനൊക്കെ ഒരു കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടന്റ് കുത്തി നിറച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചീഞ്ഞ കണ്ടന്റ് പണ്ടെങ്ങോ നടന്ന സംഭവങ്ങൾ എടുത്തിട്ടല്ല നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഇനി അവര് കുത്തിപ്പൊക്കി വന്ന വീഡിയോയ്ക്ക് അവർ പറയുന്നതെന്ന് പറയൂ, പഴയ ഒരു വീഡിയോ ആണ് ഇത്, പഴയ കാലത്ത് വലിയൊരു ന്യൂസ് ചാനൽ ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇമാതിരിയുള്ള വീഡിയോസ് നിങ്ങളൊന്നും ഉയർത്താതിരിക്കുക കേട്ടോ. ഇപ്പോൾ നടക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രം കാണൂ നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ട് തഴകിച്ച സംഭവമല്ലേ. ഇത് വീണ്ടും വീണ്ടും എന്ത് കേൾക്കാനുള്ളത്? എന്നിട്ട് പറയും ഇതിൽ എനിക്ക് പറയാനുള്ള കുറേ അഭിപ്രായങ്ങൾ പറയാനുണ്ട് പോലും. എന്ത് അഭിപ്രായമാണ് പറയാനുള്ളവർക്കൊക്കെ? ഒരു വോയിസ് നമുക്ക് കേൾക്കാം കേട്ടോ. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കും മുൻപേ നടൻ ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നതായി പോലീസിന് വിവരം. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ വിവാഹത്തിന്റെ രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടരും. ഇതൊക്കെ ആ കേസ് നടക്കുന്ന സമയത്ത് നമ്മുടെ പോലീസ് തെളിയിക്കാൻ നോക്കിയ കുറെ കാര്യങ്ങളാണ്. ഇതൊന്നും തെളിഞ്ഞിട്ടില്ല. ഒന്നാമത് ഇയാൾ കല്യാണം കഴിച്ച കാര്യമൊക്കെ എന്തിനാ ഇവര് തെളിയിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാളെ തകർക്കാൻ വേണ്ടി മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ മഞ്ജു വാര്യരുടെ കല്യാണത്തിന് മുന്നേ ഇവര് പ്രേമം ഉണ്ടായിരിക്കുന്ന സമയത്ത് ആദ്യം കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നു. അപ്പൊ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീയെ വേണ്ടാന്ന് വെച്ചിട്ടില്ലേ മഞ്ജു വാര്യരുടെ കല്യാണം കഴിച്ചത്? അപ്പൊ മഞ്ജുവിനെതിരെ ആക്ഷൻ എടുക്കണ്ടേ? അപ്പൊ മഞ്ജുവിനെ വേണ്ടാന്ന് വെച്ചിട്ട് കാവ്യനെ കല്യാണം കഴിച്ചപ്പോ കാവ്യക്കെതിരെ ഭയങ്കര പ്രക്ഷോഭമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ മഞ്ജുവിനെതിരെ എന്തുകൊണ്ട് പ്രക്ഷോഭമില്ല? അപ്പൊ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് ചെയ്യുന്നത്. എനിക്കറിയില്ല, ഇതൊക്കെ പണ്ടത്തെ ന്യൂസാണ്. ഇതൊക്കെ വിട്ടുപിടി, വേറെ ന്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ശാന്തിവിള ദിനേശ് സ്വന്തം ചാനലിൽ കൂടെ കുറേ കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അതിൽ നാദിർഷാനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കേസിലൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, നാദിർഷ 30,000 രൂപ നമ്മുടെ സുനിക്ക് കൊടുത്തു, പ്രൊഫസർ സുനിക്ക് കൊടുത്തു, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പോലീസ് അത് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പോലീസ് തെളിയിച്ചു അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ പൾസർ സുനിയുടെ മൊഴിയിൽ അതില്ല. പണം മേടിച്ച ആളത് പറഞ്ഞിട്ടില്ല. പോലീസ് തെളിയിച്ചു. എവിടെന്നാ തെളിവ് കിട്ടിയെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ പിന്നെ അതങ്ങനെ ചീറ്റിപ്പോയി. അതാണ് ഉണ്ടായത്. അപ്പൊ ഇതിനെ ചൊല്ലി നാദിർ ഷായെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചിരുന്നു. അങ്ങനെ നാദിർ ഷായെ ഒരുപാട് ഹറാസ് ചെയ്തു പോലീസ്. വിളിപ്പിക്കുക, ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് പറയാൻ പറയാ, നിങ്ങൾ ദിലീപിനെ എങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ പെടുത്തില്ല, നിങ്ങളെ സാക്ഷിയാക്കിക്കൊള്ളാം. ദിലീപ് നിങ്ങളോട് വിളിച്ചൊരു കാര്യം പറഞ്ഞു, അതായത് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്, രഹസ്യമായിട്ട് പറയാനുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി. നാദിർഷയെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഇവർ നോക്കിയത്. കാരണം ദിലീപ് ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ വന്നിട്ട് നിന്റെ അടുത്ത് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുള്ള ഫോൺ കോള് ദിലീപിന്റെ വന്നു എന്നും പറഞ്ഞ് നാദിർഷയെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാനായിരുന്നു. അത് പറയാൻ പറഞ്ഞു ക്യാമറ ഓൺ ആക്കിയിട്ട്. പക്ഷെ നാദിർഷ പറയില്ല എന്ന് പറഞ്ഞു. അതാണ് ഉത്തമ സുഹൃത്ത് കേട്ടോ, പറയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും പോലീസുകാരെല്ലാവരും കൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കി നാദിർഷയുടെ മൊഴി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. നാദിർഷ കോടതി വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ എന്തായി, നാദിർഷ മൊഴി ആളായിട്ട് മാറ്റി, നാദിർഷയും മൊഴി മാറ്റി എന്ന് പോലീസ് പറഞ്ഞു. പോലീസിന് തെളിവില്ലല്ലോ, അപ്പൊ മൊഴി മാറ്റി എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പൊ നാദിർഷനെതിരെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇനി നാദിർഷയുടെ വൈഫിനെയോ, നാദിർഷയുടെ വൈഫ് ഈ നടിയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ കണ്ടു എന്നും പറഞ്ഞ് അവർ പറഞ്ഞു പരത്തി നാദിർഷയുടെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞുകൊണ്ട് നാദിർഷയെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് എന്ത് ചെയ്തു അവര്, ഉടനെ റിപ്പോർട്ട് കൊടുത്തു. എവിടെ? ടി വിയിൽ കൊടുത്തു. ടി വിയിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞു വരിക നാദിർഷ ഉടനെ അറസ്റ്റ് ചെയ്തു 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 എന്നിട്ട്. ഇത് കണ്ട നാദിർഷയുടെ വൈഫ് ബോധം കെട്ട് വീണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് ആരാണ്? നാദിർഷ. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ നാദിർഷയെ ജനങ്ങളെല്ലാവരും നോക്കുകയാണ്. കാരണം ടി വിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോവുകയാണ്, നാദിർഷയെ അറസ്റ്റ് ചെയ്തു, നാദിർഷയെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ആ നാദിർഷ എന്താണ്, ഭാര്യയെ ഒന്തി കൊണ്ടുപോവാണ്, ബോധം കെട്ട ഭാര്യയെ. അങ്ങനെ നാദിർഷയുടെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് വന്നപ്പോൾ നാദിർഷ ഒരേ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ, പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ട് വേണം എന്ന് നിങ്ങൾ സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പിൻവാങ്ങുകയാണ് ചെയ്തത്. ആ സ്ത്രീ 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ബലാത്സംഗം ചെയ്ത ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീക്കും പെൺകുട്ടികളില്ലേ, ആ സ്ത്രീയും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഉമ്മയും, ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയും കൂടിയിട്ട് ഇരുന്ന് കണ്ടു എന്നതാണ് അടുത്ത കേസ്. എന്നിട്ട് ആ സ്ത്രീയെ പെടുത്താൻ നോക്കുന്നു, പിന്നെ നാദിർഷയെ കൊണ്ട് ജയിലിലടയ്ക്കാൻ നോക്കുന്നു. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? ഇതൊക്കെ ശാന്തിവിള ദിനേശ പുറത്തുവിട്ട കാര്യങ്ങളാണ് കേട്ടോ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇവര് നാദിർഷ ഉടനെ തന്നെ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് നിന്ന സമയത്ത് നാദിർഷ കത്തയച്ചു. നാദിർഷയുടെ ഒരു സീനിയർ ആയിരുന്നു
പി രാജീവ് എന്ന് പറഞ്ഞ മന്ത്രി എന്ന് പറയുന്നു. ആ സമയത്ത് നാദിർഷയെ ഒരുപാട് ഉയർത്താനും ഒക്കെ സഹായിച്ച വ്യക്തിയാണ് ഈ പി രാജീവ് എന്ന് പറഞ്ഞ നമ്മുടെ മന്ത്രി. അപ്പൊ ഈ മന്ത്രി നാദിർഷയുമായിട്ട് ഉള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും LDFനെ പിന്തുണച്ച് നടന്നിരുന്ന ആൾക്കാരായിരുന്നു കോളേജ് കാലഘട്ടം മുതൽ. അപ്പോൾ ഒരു സീനിയറായി പഠിച്ചിരുന്നതാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഒരുപാട് ഫ്രണ്ട്സും ആയിരുന്നു. അപ്പോൾ ഈ മന്ത്രിയായിട്ട് പേഴ്സണലി ബന്ധമുള്ളത് കൊണ്ട് നാദിർ ഷാ ആൾക്കൊരു മെസ്സേജ് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 12 വോട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഈ വട്ടം വോട്ട് ചെയ്യാൻ വരുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഞങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെയും അത്രയധികം ഈ സർക്കാർ പോലീസ് ഞങ്ങൾ അത്രയധികം ദ്രോഹിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ നാദിർ ഷായുടെ ഉപ്പ, അങ്ങനെ ഒരു ചെറിയൊരു കഥയുണ്ട്. നാദിർ ഷായുടെ ഉപ്പ LDFന്റെ ആള് തന്നെയായിരുന്നു. അങ്ങനെ കരുണാകരൻ പണ്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രി കരുണാകരന്റെ പോലീസ് ഈ ഉപ്പാനെ തല്ലിച്ചതച്ച് നാദിർ ഷായുടെ 16 വയസ്സിലാകുന്നത് ഈ ഉപ്പ മരിച്ചുപോയി. തല്ലിച്ചതച്ച് അങ്ങനെയുള്ള അസുഖം മൂലം ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ഇവരെല്ലാവരും LDFന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ ഉപ്പാനെ UDF സർക്കാരാണ് കൊന്നത് എന്നുള്ള മനസ്സിൽ അഗാധമായി വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ നാദിർ ഷായുടെ ഫാമിലി ഫുള്ളും ഈ LDFന് വേണ്ടി വോട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ പോലീസ് നാദിർ ഷായെ ഇത്രയും അധികം ദ്രോഹിച്ചത് കൊണ്ടും ഭാര്യയെയും മക്കളെയും എല്ലാവരും ഇതിനെ വലിച്ചിട്ടത് കൊണ്ടും നാദിർ ഷാ പറഞ്ഞു, ഞങ്ങൾ ഇതിന് വോട്ട് ചെയ്യാൻ വരില്ല, പണ്ടേ മുതൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ല എന്ന് നാദിർ ഷാ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ LDFന് വോട്ട് ചെയ്യുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ 12 വോട്ടും അസാധുവാക്കുകയാണ്, ഞങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു മെസ്സേജ് അയച്ചു. പക്ഷെ അതിനെതിരെ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി ഒരു ഒരു അണുവിട ഒരു മെസ്സേജ് പോലും തിരിച്ചയച്ചില്ല എന്ന് പറയുന്നു. കാരണം ഒന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇപ്പം എൻ്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നും കൂടി നാദിർ ഷാ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ നടിയുടെ വീഡിയോ കാണാൻ മാത്രം അത്രയും അധപതിച്ചവളല്ല എന്ന് പറയുന്നു. ഒരുപാട് ക്വസ്റ്റ്യനിങ് ചെയ്യണം പോലും. എന്താണ് ഭാര്യയ്ക്ക് ഇതിൽ പങ്ക്? എന്തിനാണ് ആ ഭാര്യയെയും ആ മക്കളെയും ആ ഉമ്മയെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അവരെ വീടിനെ എന്തിനാണ് തകർക്കാൻ പോകുന്നത്? ഇത്രയും ബോധം കെട്ട് കിടക്കുന്ന ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പോലീസ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഈ നാദിർ ഷാ കൂറുമാറിയെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ നാദിർ ഷാ ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്കും ഒരു രക്ഷിതാവ് എന്ന് പറയുന്ന കുടുംബത്തിന്റെ രക്ഷിതാവ് എന്ന നിലയ്ക്കും എന്താണ് നാദിർ ഷാ ശരിക്കും നല്ലൊരു പുരുഷൻ തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ഇതിൽ പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തത്, നാദിർ ഷാ അവസാനമായി പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ്? ദൈവമുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടിയിരിക്കും. ഈ ഇവരെ എന്താ പറയുക വേദനിപ്പിച്ച ഈ പോലീസുകാർക്ക് മുഴുവൻ ശിക്ഷ കിട്ടിയിരിക്കും. അത് പേരുകൾ എടുത്തു പറയുന്നുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. ഇങ്ങനെ ഇവരെ വേദനിപ്പിച്ച ആരൊക്കെയാണോ ആ പോലീസുകാർക്കൊക്കെ ശിക്ഷ കിട്ടിയിരിക്കുമെന്ന് നാദിർ ഷാ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അത് പറഞ്ഞുകൊണ്ട്. ഇനി ദിലീപും കാവ്യയും തമ്മിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന ഒരു റൂമർ വരുന്നു. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂല് ദിലീപ് വന്നിരുന്ന് പറയുന്നതാണ്. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ശരിക്കും ആണും പെണ്ണുമായിട്ടൊരു ജോഡിയായിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കാവ്യയെയും അതുപോലെ ദിലീപിനെയുമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാണ് ആ 2 ജോഡിയിൽ നിന്നൊരു സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, നെക്സ്റ്റ് 2026 പുതിയ പുതിയ ആൾക്കാർ വന്ന് ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു കഥ തരികയാണെങ്കിൽ ഞങ്ങളത് ചെയ്തിരിക്കും. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ വെച്ച് ചെയ്യാൻ മറ്റുള്ളവർക്ക് ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ, മുന്നോട്ട് വരട്ടെ, 2026 തന്നെ ആ കഥ ഇറങ്ങുന്നു പറയുന്നുണ്ട്. അതുപോലെ CID മൂസ ഇതിന്റെ ഭാഗവും 2026 ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ദിലീപിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് സീൻ ഏതാന്ന് ചോദിച്ചപ്പോൾ ചിലമ്പൊലിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിൽ ഡാൻസ് കളിച്ചതും ചിങ്ങമാസം വന്ന് ചേർന്ന ആ പാട്ടിൽ ഡാൻസ് കളിച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് ദിലീപ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടൻ ഇപ്പൊ ബബ്ബല് ഡാൻസ് കളിക്കുമ്പോൾ ലാലേട്ടൻ പറയും, എടാ മോനെ, നീ വലിയ വലിയ സ്റ്റെപ്പുകളൊന്നും നീ എടുക്കാൻ നിൽക്കണ്ട കേട്ടാ, അവരെങ്ങനെയും കണ്ട അതിനേക്കാളും ഭയങ്കര സ്റ്റെപ്പ് നമുക്ക് തരും, നമുക്ക് പറ്റുന്ന രീതിയിലാണ് കാണിച്ചു പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ ലാലേട്ടൻ വെറുതെ കളിയാക്കിക്കൊണ്ട് പറയുന്നു. ലാലേട്ടന് പറ്റാത്ത ഒരു സ്റ്റെപ്പിലാന്ന് നമുക്കറിയാം. ലാലേട്ടൻ്റെ ആ ഇത്രയും തടിച്ച ആ ബോഡി വെച്ചിട്ട് പോലും ലാലേട്ടൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റൂ എന്താണ് സംശയം കേട്ടോ. പിന്നെ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് പിന്നെ മാമാട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഹീറോയിനെ കെട്ടിപ്പിടിച്ചുള്ള വല്ല സീനുകളും കണ്ടു കഴിഞ്ഞാൽ ഉടനെ മാമാട്ടി അമ്മയെ നോക്കി പറയും, കാവ്യയെ നോക്കി പറയും, അമ്മ ഈ അച്ഛനമ്മോടൊരു സ്നേഹമില്ല കേട്ടോ, കണ്ടില്ലേ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് മുഖം കൂട്ടിപ്പിടിച്ച് പറയുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മാമാട്ടി പച്ചക്കറിയാണ് അധികം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. മീനുട്ടി അങ്ങനെയല്ല കേട്ടോ. മീനുട്ടി എന്ന് പറഞ്ഞാൽ മൂത്ത മോൾ അങ്ങനെയല്ല, എല്ലാ സാധനവും അവൾ നന്നായി കഴിക്കും, അവൾക്ക് ഒന്നിനോടും ഒരു ഇതില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാനൊരു പ്ലാനും ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് ദിലീപ് പറയുന്നുണ്ട്. ശരിക്കും കൊള്ളിച്ച് പറയുന്നതാണ്. ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളെ അല്ല,
ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അപ്പപ്പോൾ തോന്നിയത് അപ്പപ്പോൾ ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വർഷങ്ങളോളം പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യുന്ന ആളേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് ആ ഒരു ഇന്റർവ്യൂ നിർത്തുന്നത് കേട്ടോ. അത് ശരിക്കും എല്ലാവരും കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.